വ്യാജ ഡോക്ടർമാർക്കെതിരെ കർശന നിർദ്ദേശങ്ങളുമായി IMA. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വ്യാജ ഡോക്ടർമാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഡോക്ടർമാർ അവരുടെ ബോർഡുകൾ, കുറിപ്പടികൾ, സീലുകൾ എന്നിവയിൽ അംഗീകൃത ബിരുദങ്ങളും മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പറും ഉൾപ്പെടുത്താൻ ബാധ്യസ്ഥരാണെന്നും അസോസിയേഷൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. 33 മെഡിക്കൽ കോളേജുകളുള്ള കേരളത്തിൽ വിദേശ സർവകലാശാലകളിലടക്കം വർഷം 7000-ലധികം MBBS ബിരുദധാരികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. എന്നിട്ടും വ്യാജന്മാരെയും മുറിവൈദ്യന്മാരെയും വെച്ച് ചികിത്സ നടത്തുന്നത് അനുവദിക്കാൻ കഴിയില്ല. ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും ജോലിക്ക് നിയോഗിക്കുമ്പോൾ അവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയും മുൻകാല പരിചയവും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് മാനേജ്മെന്റുകളുടെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണെന്ന് IMA ഓർമ്മിപ്പിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. വിദേശ സർവകലാശാലകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ മതിയായ രജിസ്ട്രേഷൻ ഇല്ലാതെ പരിശീലനം നൽകുക, പാരാമെഡിക്കൽ ബിരുദധാരികൾക്ക് ആശുപത്രികളിൽ രോഗികളുടെ പരിചരണത്തിന് ചുമതല നൽകുക എന്നീ പ്രവണതകളെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നും IMA ആവശ്യപ്പെട്ടു. അംഗീകൃത ബിരുദങ്ങളും രജിസ്ട്രേഷൻ നമ്പരും പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കേരള മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ഡോക്ടർമാരുടെയും കുറ്റമറ്റ പട്ടിക പ്രസിദ്ധീകരിക്കണം. മെഡിക്കൽ കൗൺസിൽ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് അതിന്റെ വിശ്വാസ്യത പരിശോധിക്കാൻ സാധ്യമായ സംവിധാനം നിലവിൽ വരണം. അംഗീകൃത ബിരുദങ്ങളും രജിസ്ട്രേഷൻ നമ്പരും പ്രദർശിപ്പിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്നും IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ ആവശ്യപ്പെട്ടു.